ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് തന്നെയാണ്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു ബാലൻസ് തിയറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പറഞ്ഞു, ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. അത് 2-3 പേര് എക്കണോമിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്ത തിയറിയാണ്. എന്നാൽ അതിനെതിരെ വന്ന മറ്റൊരു തിയറിയാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി propounded by or developed by A.O. Hirschman. ആൽബർട്ട് ഹിർഷ്മാൻ എന്ന് പറയും. A.O. ഹിർഷ്മാൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അദ്ദേഹം പറഞ്ഞതാണ് അൺബാലൻസ് ഗ്രോത്ത്. അതായത് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ആൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കോണമി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്കോണമി ഭൂരിപക്ഷവും അണ്ടർ ഡെവലപ്ഡാണ്. അതായത് സൈമിൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ or industry or other fields, almost all sectors is not suited for economic development according to Hirschman. Instead of balanced growth, there is an unbalanced growth. That means investment only in certain selected sectors for promoting economic development, raising income, employment opportunities, total output and mass economic development. അതാണ് A.O. ഹിർഷ്മാൻ പറയുന്നത്. അപ്പോൾ റോസൻസ്റ്റൈൻ റോഡനും അതുപോലെ നമ്മുടെ ലെവീസും പിന്നെ റാഗ്നാർ നർക്സും ഒക്കെ പറഞ്ഞത് എന്താ, സൈമിൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ്. അത് ശരിയല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അതായത് എക്സ്റ്റേണൽ സെക്ടർ, പിന്നെ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സിലും ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയിൽ അതിനുള്ള റിസോഴ്സ് ഇല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റിസോഴ്സ് ഇല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല, അത് സ്യൂട്ടഡ് അല്ല. ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സ്യൂട്ടഡ് ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് എന്താ, അതായത് സെലക്റ്റഡ് സെക്ടേഴ്സ് മാത്രം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൺലി സം സെലക്റ്റഡ് സെക്ടേഴ്സ്, ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതാണ് A.O. ഹിർഷ്മാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെലക്റ്റഡ് സെക്ടറിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ചില സെക്ടറുകൾ നമുക്കുണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷന്, ഹെൽത്ത്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ എക്സെട്ര, അതിനെയൊക്കെ നമ്മളെ പ്രോമിസിങ് സെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഓൾസോ എലോങ് വിത്ത് ഗവൺമെൻറ്. അപ്പോൾ ഈ SOC കൊണ്ടിരുന്ന ആരാ, സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, അതായത് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അഡോപ്റ്റ് ചെയ്യുന്ന ആരാ, ഗവൺമെൻറ്റാണ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മുടെ എക്കോണമിയിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി ദേ ആർ സ്റ്റാർട്ടഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഹിർഷ്മാൻ. അപ്പോൾ അതാണ് ഹിർഷ്മാൻ പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി ഇൻ സർട്ടൺ സെലക്റ്റഡ് സെക്ടേഴ്സ്, ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് മോർ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സെട്ര. ഇതിനതാണ് ഏറ്റവും നല്ലതെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ സെലക്റ്റഡ് സെക്ടേഴ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അതാണ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ അൺബാലൻസിങ് ദ എക്കോണമി വിത്ത് സം പ്രീ ഡിസൈൻഡ് സ്ട്രാറ്റജി ഈസ് എസെൻഷ്യൽ. കാരണം നമ്മൾ സെലക്റ്റഡ് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില പ്രീ ഡിസൈൻഡ് സ്ട്രാറ്റജി നമുക്ക് വേണം, മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന, നേരത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന, പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ചില തന്ത്രങ്ങൾ നമുക്ക് വേണം. അതായത് മാക്സിമം ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ കൊള്ളാവുന്ന ചില സ്ട്രാറ്റജീസ്, സർട്ടൻ പ്രീ ഡിസൈൻഡ് സ്ട്രാറ്റജി ഈസ് എസെൻഷ്യൽ ഫോർ അൺബാലൻസിങ് ദ എക്കോണമി. ഓർത്തോണം, അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. അൺബാലൻസിങ് ദ എക്കോണമി വിത്ത് സം പ്രീ ഡിസൈൻഡ് സ്ട്രാറ്റജി, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ചില തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്കൊരു ഫാസ്റ്റർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾ എക്കോണമി ആസ് ഓൾവേസ് ഇൻ എ ട്രാപ്പ്, ദാറ്റ് മീൻസ് എ ചെയിൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയ, ദാറ്റ് ഈസ് ടെൻഷൻ, ഡിസ്പ്രപ്പോർഷൻ എക്സെട്ര ക്യാൻ ബി സീൻ ഇൻ മോസ്റ്റ് ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ്. നമുക്കറിയാം അണ്ടർ ഡെവലപ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയയാണ്. കാരണം അവർക്ക് ലാക്ക് ഓഫ് സേവിങ്, ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലാക്ക് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി എക്സെട്ര ആണ്. അപ്പോൾ അവിടെ ഒരു ചെയിൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയയാണ്. ഡിസ്ഇക്വിലിബ്രിയ മീൻസ് സർട്ടൻ ടെൻഷൻസ്,
ഓർ ഡിസ്പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് ഒന്നും കിട്ടുന്നില്ല, ടെൻഷനൊക്കെയാണ് അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എക്കോണമിയാണ്. അപ്പോൾ ആ എക്കോണമിയെ നമ്മൾ ഒരിക്കലും ആ ടെൻഷൻ മാറ്റണ്ട. ഇൻ ഓർഡർ ടു റിമൂവ് ദീസ് സിറ്റുവേഷൻ അല്ല, ഓർ എഗനസ്റ്റ് റിമൂവിങ് ദി സിറ്റുവേഷൻ ദർ സ്റ്റാർട്ടഡ് എ സ്ട്രാറ്റജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മുടെ എക്കോണമിയിൽ ചില ഡിസിക്ലിബ്രിയ ഉണ്ട്, അതായത് ടെൻഷൻസ് ഉണ്ട്, ഡിസ്പ്രൊപ്പോർഷൻ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയല്ല വേണ്ടത്, അവിടെ കിടന്നോട്ട്. അതിനോടൊപ്പം തന്നെ ആ ഡിസിക്ലിബ്രിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഡിസിക്ലിബ്രിയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്റ്റിമുലൻസ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റിമുലൻസ് വരുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ അവിടെ കിടന്നോട്ട്, ആ ഡിസ്പ്രൊപ്പോർഷൻ അവിടെ കിടന്നോട്ട്. ദർ ഈസ് എ നീഡ് ഫോർ എ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ സ്മൂത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് പിന്നെ ഡിസിക്ലിബ്രിയയ്ക്കൊപ്പം തന്നെ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. സോ ഫോർ എക്സ്പ്ലെയിനിങ് ദിസ്, 2 essentials ആർ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹിം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഹിർഷ്മാൻ പറയുന്നു. നമ്പർ 1 SOC ആൻഡ് നമ്പർ 2 DPA. വാട്ട് ഈസ് SOC? SOC ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ്: ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, എക്സെട്ര. ഓൾ ദീസ് പ്രൊമോട്ട് എ സ്റ്റിമുലൻറ്റ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ നമ്മുടെ എക്കോണമിയിലുണ്ട്. ഇതെല്ലാം ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഓൾ ദീസ് റിസൾട്ടഡ് എക്സ്റ്റേണൽ എക്കോണമി. കാരണം ഇതുപോലുള്ള ഒരുപാട് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റേണൽ എക്കോണമി വരും. അപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ് ഡിഫറൻറ്റ് സെക്ടേഴ്സിലേക്ക് വരും. അങ്ങനെ SOC കൊണ്ടുവരുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് SOC സെക്ടറിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും SOC സെക്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രൈമറി, സെക്കൻഡറി, തേർഷറി. പ്രൈമറി അറിയാം, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. സെക്കൻഡറി അറിയാം, മാനുഫാക്ചറിങ് സെക്ടേഴ്സ്. തേർഷറി എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടർ. ഇവിടെ എല്ലാം തന്നെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ SOCയുടെ പ്രൊമോഷൻ എസെൻഷ്യലാണ്. അപ്പോൾ ഒരു എക്കോണമിയിൽ SOC ഉണ്ടോ അവിടെ ഹൈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ SOC ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് DPA. വാട്ട് ഈസ് DPA? 2 കാര്യങ്ങളാണ്, SOC ആൻഡ് ഡി. അപ്പോൾ SOC ഞാൻ പറഞ്ഞു, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് SOC. നേരെ മറിച്ച് DPA എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഗവൺമെൻറ് ഇനീഷ്യലായിട്ട് വിത്തൗട്ട് എനി SOC ഇല്ലാതെ തന്നെ ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റിംഗ് ഇൻ ആൻ എക്കോണമി ഈസ് കോൾഡ് DPA, ഡയറക്റ്റ്ലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. DPA എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ്ലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റ് ഇൻ ആൻ എക്കോണമി അതർ ദാൻ ദാറ്റ് ഓഫ് SOC. അപ്പോൾ SOC അല്ലാതെ, SOC ഇല്ലാത്ത ഏരിയയിൽ ഫോർ എസ്പെഷ്യലി ഇൻ അണ്ടർ ഡെവലപ്ഡ് സെക്ടേഴ്സ്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് സെക്ടേഴ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു. അത് SOC ഉണ്ടായിട്ടല്ല, SOCക്ക് പകരം DPA വരികയാണ്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്ടർ. അപ്പോൾ ഇറ്റ് പ്രൊമോട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റുകാരെ അത് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ്ലി പ്രൊമോട്ടഡ് ആക്ടിവിറ്റീസ് വരികയാണ്, അല്ലെ ഡയറക്റ്റ് പിന്നെ DPA ഡയറക്റ്റ്ലി പ്രൊമോട്ടഡ് ആക്ടിവിറ്റീസ് വരികയാണ്, അല്ലെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി വരികയാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി വരുന്നത് എന്തുകൊണ്ടാണ്? ഇൻസ്റ്റെഡ് ഓഫ് SOC ദെയർ ഓപ്പറേറ്റഡ് DPA ബൈ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അങ്ങനെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വിത്തൗട്ട് SOC അവിടെ ഇല്ല. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി സീൻ ഈസ് കോൾഡ് DPA. അതിനെയാണ് DPA. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ SOC ആണ്, പ്രൈമറി, സെക്കൻഡറി, തേർഷറി സെക്ടർ എല്ലാം SOC വരണം. അങ്ങനെ വന്നാൽ ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് DPA ഓർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് വിളിക്കും? DPA ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ SOC ഉണ്ടായാൽ, SOC സ്പ്രെഡ് ചെയ്താൽ ഇറ്റ് ക്യാൻ stimulate DPA investment. Such a type of development is called a divergent series of economic development or investment. Divergent series of investment. അപ്പോൾ എന്താ സംഭവിച്ചത്? SOC റൈസ് ചെയ്യുക പ്രൈമറി, സെക്കൻഡറി, തേർഷറി സെക്ടറിൽ. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് വരും? DPA മൂവ്മെൻറ്റ് ഉണ്ടാകും, ഡയറക്റ്റ്ലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് വരും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റൈസ് ചെയ്യും. അങ്ങനെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആ ഏരിയ ഡെവലപ്മെൻറ്റിനെ നമ്മൾ വിളിക്കും ഡൈവേർജൻറ്റ് സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഓൾസോ ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എക്സ്റ്റേണാലിറ്റീസ്. അതുമായിട്ട് അനുബന്ധ വ്യവസായങ്ങൾ, ഇൻഡസ്ട്രിയോ മറ്റ് കാര്യങ്ങളോ സർവീസ് സെക്ടറോ ഒക്കെ ഉണ്ടാകും. അതൊരു വലിയ എക്സ്റ്റേണാലിറ്റിയാണ്, എക്സ്റ്റേണൽ എക്കോണമിയാണ്. സച്ച് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡെവലപ്മെൻറ്റ് വയ
എക്സസ് കപ്പാസിറ്റി ഓഫ് SOC. എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്? എക്സസ് കപ്പാസിറ്റി ഓഫ് SOC. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ നമുക്ക് നോക്കുക, ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലായാലും സർവീസ് സെക്ടറായാലും ടോപ്പിൽ നിൽക്കുന്ന എറണാകുളമാണ്. കാരണം എറണാകുളത്ത് ഇഷ്ടം പോലെ SOC ഉണ്ട്. ട്രാൻസ്പോർട്ട് തന്നെ ഏതെല്ലാം ഉണ്ട്? റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ റെയിൽവേ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അത് പോരാഞ്ഞ് ഇപ്പോൾ ഈ നമ്മുടെ മെട്രോ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള ഡെവലപ്മെൻറ്റ് ഭയങ്കര സ്റ്റിമുലൻ്റ് ഡെവലപ്മെൻറ്റ് അവിടെ കാണാം കേട്ടോ. അത് SOC ഉള്ളതുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്. ഇഷ്ടംപോലെ SOC ഉണ്ട്. പ്രൈവറ്റുകാർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് വയനാട്ടിലോട്ടൊന്ന് ചെന്ന് അവിടെ 1, 2, 3 ചെറിയ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന SOCs ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് വേണം? ഡയറക്റ്റ്ലി പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആക്ടിവിറ്റീസ് വേണം. അപ്പോൾ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള ഗവൺമെൻറ് ആക്ടിവിറ്റീസ് അവിടെ വേണം. ഡയറക്റ്റ്ലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് അവിടെ വരണം. അപ്പോൾ നമുക്ക് കൊച്ചിയിലാണെങ്കിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് ബിക്കോസ് ഓഫ് SOC. നേരെ മറിച്ച് വയനാട്ടിലാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാക്ക്വേർഡ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് SOC. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പോൾ DPA സിമിലൻ്റ് ഉണ്ടാകുന്നതോടെ ഡൈവേർജൻറ്റ് സീരീസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ എക്സ്റ്റേണൽ എക്കോണമീസ് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് വയ എക്സസ് കപ്പാസിറ്റി ഓഫ് SOC. ഇതിന് നേരെ മറിച്ചാണ് അപ്പുറത്ത് വരുന്നത്. DPA ഞാൻ പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഗവൺമെൻറ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ SOC കുറവാണ്, ലാക്ക് ഓഫ് SOC ദെയർ ഈസ് DPA. ഓർത്തോണം, SOC ഇല്ലാത്തടത്താണ് DPA വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് വരും. അപ്പോൾ മറ്റുള്ള എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബാക്ക്വേർഡ് കൺട്രീസിന് അല്ലെങ്കിൽ ബാക്ക്വേർഡ് സിറ്റികൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റീജിയനൊക്കെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ദിസ് ലീഡ്സ് ആൻ എഫിഷ്യൻറ്റ് ഓർ ആൻ ആക്റ്റീവ് പൊളിറ്റിക്കൽ പ്രഷർ. അവിടെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രഷർ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ലാക്ക് ഓഫ് SOC DPA മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ആരില്ല? SOC ഇല്ല. അപ്പോൾ SOC ഇല്ലാത്തതുകൊണ്ട് എന്ത് ദോഷം ഉണ്ടാകുന്നു? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടേക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് SOC. അവിടെ DPA മാത്രമേ ഉള്ളൂ. അപ്പോൾ SOC ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയത്. അതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ഒരു പൊളിറ്റിക്കൽ പ്രഷർ ചെയ്യും എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികൾ, MP മാരോ MLA മാരോ അതുപോലുള്ള ആൾക്കാരൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെ പ്രഷർ ചെയ്തുകൊണ്ട് മോർ SOC അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തയ്യാറാകും. കണ്ടോ? അപ്പോൾ SOC ഇല്ലാത്തടത്ത് SOC വരികയാണ്. എങ്ങനെ? അപ്പോൾ DPAയിൽ നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, കാരണം SOC അവിടെ ഇല്ല. അപ്പോൾ SOC വേണ്ടേ? അപ്പോൾ SOC വേണമെങ്കിൽ എന്ത് ചെയ്യും? ദർ ഇസ് എ നീഡ് ഫോർ പൊളിറ്റിക്കൽ പ്രഷർ. അങ്ങനെ പൊളിറ്റിക്കൽ പ്രഷർ അവിടെ വരുമ്പോൾ ദാറ്റ് മീൻസ് DPA ടു SOC, DPAയിൽ നിന്ന് SOCയിലേക്കൊരു പോക്ക് പോകും. ദാറ്റ് മീൻസ് DPA ടു SOC ഈസ് കോൾഡ് പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ DPA ഉള്ളിടത്ത് ഗവൺമെൻറ്റിലേക്ക് പൊളിറ്റിക്കൽ പ്രഷർ ചെല്ലും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അവിടേക്ക് SOC വരും. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി അവിടുത്തെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഉണ്ടാകും. അങ്ങനെ DPAയിൽ നിന്ന് SOCയിലേക്ക് പോകുന്നു പ്രോഫിറ്റിൻ്റെ ബേസിൽ. അതേപോലെ തന്നെ അപ്പോൾ DPAയിൽ നിന്ന് SOCയിലേക്ക് പോകുന്നു പൊളിറ്റിക്കൽ പ്രഷർ വഴി DPAയിൽ നിന്ന് നമ്മൾ SOCയിലേക്ക് പോകുന്നു. കാരണം DPA ഞാൻ പറഞ്ഞു അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും SOC ഇല്ല, അതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ മറ്റ് നല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്തൊരു എക്കോണമി ആകുമ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ ഈസ് എസെൻഷ്യൽ. അങ്ങനെ പൊളിറ്റിക്കൽ പ്രഷർ എസെൻഷ്യൽ ആകുമ്പോൾ അവിടെ DPAയിൽ നിന്ന് SOCയിലേക്ക് നമ്മൾ മാറും. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ക്രിയേറ്റിംഗ് ആക്ടിവിറ്റി അവിടെ വരും. കാരണം SOC വന്നു കഴിഞ്ഞാൽ SOC റിലേറ്റഡ് ടു DPA റിലേറ്റഡ് ടു SOC, ബോത്ത് SOC ആൻഡ് DPA ലീഡ്സ് മോർ ആൻഡ് മോർ നാഷണൽ ഇൻകം. ഇത്രയുള്ള സംഭവം. അപ്പോൾ SOC ആണ് അവിടെ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെയധികമായിട്ടുള്ള എക്സസ് കപ്പാസിറ്റി ഓഫ് SOC ആണ്. ഡൈവർജൻറ്റ് സീരീസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഇത് കാരണം DPAയിലും ഡെവലപ്മെൻ്റ് ഉണ്ടാകും. DPA ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവിടെ SOC ലാക്ക് ഓഫ് SOC ആയതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ആകും. അപ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ അവിടെ വരും. പൊളിറ്റിക്കൽ പ്രഷർ വഴി മോർ SOC അങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ അടുത്ത സ്റ്റെപ്പിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ SOCയിൽ നിന്ന് DPAയിലേക്കും DPAയിൽ നിന്ന് SOCയിലേക്കുമുള്ള ഡെവലപ്മെൻ്റ് അവിടെ കാണാം. അപ്പോൾ SOC അവിടെ ഇല്ല, അവിടെ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് DPA? ബിക്കോസ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റ് വയ ലാക്ക് ഓഫ്
SOC. അപ്പോൾ DPA ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് അങ്ങനെ പറയാം, ഡെവലപ്മെൻറ്റ് വയ ലാക്ക് ഓഫ് SOC. അതായത് SOC ഇല്ലാതെയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ തുടങ്ങുന്ന ആ സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, DPA. അപ്പോൾ ആ DPAയുടെ എക്കണോമിക് ആക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡെവലപ്മെൻറ്റ് വയ ലാക്ക് ഓഫ് SOC. മുമ്പേ നമ്മൾ SOC എക്സസ്സാണ് പറഞ്ഞത്, ഇവിടെ ഇല്ല, SOC ഇല്ല, അപ്പോൾ ലാക്ക് ഓഫ് SOC ആണ്. അപ്പോൾ ലാക്ക് ഓഫ് SOCയിലൂടെ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് എ കൺവേർജൻറ്റ് സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. മുമ്പേ നമ്മൾ ഡൈവേർജ് ചെയ്യുക, കൊച്ചിയൊക്കെ ആണെങ്കിൽ ഡൈവേർജ് ചെയ്ത് പല ഭാഗത്തോട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം പോകുന്നത്. നേരെ മറിച്ച് വയനാട്ടിലോട്ട് വരുമ്പോൾ അവിടെ ഇല്ലാത്തടത്തോട്ട് വരിക, കൺവേർജൻ്റ്, അങ്ങോട്ടേക്ക് ഒരു പോയിന്റിലേക്ക് വരിക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തണം. അപ്പോൾ DPA വരുമ്പോൾ ഡയറക്റ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അവിടെ ഹൈ കോസ്റ്റാണ്, SOC ഇല്ല. അതുകൊണ്ട് SOC ഇല്ലാത്ത ഒരു ഡെവലപ്മെൻറ്റാണ് ഡെവലപ്മെൻറ്റ് വയ ലാക്ക് ഓഫ് SOC, അല്ലെങ്കിൽ അതിനെ കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയും. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ പ്രഷർ ദർ അറോസ് SOC. അങ്ങനെ SOC ടു DPA ആൻഡ് DPA ടു SOC ക്രിയേറ്റ്സ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഫർദർ സ്റ്റേജിൽ വരുമെന്നാണ് ഇയാൾ പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഡയഗ്രം. നോക്കുക, ഡയഗ്രത്തിൽ OX ആക്സിസിൽ പിന്നെ SOC ഇൻവെസ്റ്റ്മെൻറ്റ്, OY ആക്സിസിൽ DPA ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 45 ഡിഗ്രി ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്, SOC ഈക്വൽസ് DPA എന്നാണ്. SOC ഈക്വൽസ് DPA 45 ഡിഗ്രി ലൈൻ. ഇനി നമ്മളൊരു 3 ഐസോക്ക് ഉണ്ട്, പ്രൊഡക്ഷൻ കർവുകൾ, 3 പ്രൊഡക്ഷൻ കർവുകൾ വരച്ചിട്ടുണ്ട്. IQ1, IQ2, IQ3. അപ്പോൾ 3 പ്രൊഡക്ഷൻ കർവ്. സ്റ്റാർട്ട് ചെയ്യുന്ന SOC എന്നാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് SOC എന്ന് പറയുന്നത് A ആണ്. ഫസ്റ്റിൽ SOC എന്ന് പറയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു A to B. കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് SOC സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. സിമിലർലി ഇറ്റ് അഫക്ട്സ് ഓൺ DPA സെക്ടർ. DPA ഓൾസോ സ്റ്റാർട്ട്സ് ദെയർ ഡെവലപ്മെൻറ്റ് ഫ്രം A to B ഡാഷ്. കണ്ടോ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് SOC കൂടും, അതിനാനുപാതികമായിട്ട് എയിൽ നിന്ന് B ഡാഷിലേക്ക് DPA കൂടും. അങ്ങനെ DPAയുടെ എക്സസ് ആയിട്ടുള്ള ഇൻകം വന്നതാണ്ട് ഇവിടെ നിക്ഷേപിക്കും സിയിൽ. അപ്പോൾ അവിടെ സിയിലാണ്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക്, B ഡാഷിൽ നിന്ന് സിയിലേക്ക് ഒരു 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 ക്യാപിറ്റൽ സ്റ്റോക്ക് അവിടെ വരും. ദിസ് അഗെയിൻ ക്രിയേറ്റ്സ് ഫർദർ ഡെവലപ്മെൻറ്റ് ഇൻ SOC. അപ്പോൾ ഇവിടുന്ന് ഈ ക്യാപിറ്റലിലൂടെ വീണ്ടും SOC ഇൻക്രീസ് ചെയ്യും, സിയിൽ നിന്ന് ഡിയിലോട്ട്, അവിടുന്ന് ഇയിലോട്ട്. Similarly, from this investment C in DPA sector, development can be seen from C to D dash ആൻഡ് ഇ, അങ്ങനെ അതും അവിടേക്ക് ചെല്ലും. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ എയിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും ചെല്ലുന്നു. സെയിം ആ സിമിലർ ടൈം തന്നെ എയിൽ നിന്ന് B ഡാഷിൽ നിന്ന് സിയിലേക്ക് DPA ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അടുത്ത സ്റ്റേജ് വരുമ്പോൾ സിയിൽ നിന്ന് ഡിയിലൂടെ, അവിടെയും വേണമെങ്കിൽ ഒരു ആരോ മാർക്ക് കൊടുത്തേക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാം ഇയിലോട്ട്. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലൂടെ ഇയിലേക്ക് വരികയാണ് പിന്നെ SOCയുടെ ഡെവലപ്മെൻറ്റ്. സിമിലർലി DPA ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ഫ്രം C D dash to E. കണ്ടോ, അപ്പോൾ ആ രണ്ട് പ്രോസസ്സും ചെന്ന് നിൽക്കുന്ന എവിടെയാണ്, ACE, ദാറ്റ് ഈസ് ടോട്ടൽ നാഷണൽ ഇൻകം ഇൻ ആൻ എക്കോണമി ഓർ GNP ഇൻ ആൻ എക്കോണമി. കണ്ടോ, അപ്പോൾ ബോത്ത് ആർ എസെൻഷ്യൽ, ബോത്ത് സോഷ്യൽ സെക്ടർ, സോഷ്യൽ ഓവർഹെഡ് ആൻഡ് DPA ആർ എസെൻഷ്യൽ. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം ഫ്രം A to C to E. കണ്ടോ, ഇതാണ് ഗ്രോത്ത് പാത്ത്. അപ്പോൾ ACE ഈസ് കോൾഡ് ഗ്രോത്ത് പാത്ത്. ഏതിൻ്റെ ഗ്രോത്ത്? GNPയുടെ അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെ ടോട്ടൽ ഇൻകത്തിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ SOC വന്നു, അതോ പിന്നെ ഡയറക്റ്റായിട്ട് അത് DPA ബാധിച്ചു, DPAയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ആ രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിയിൽ വന്നു, ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടായി SOCയിൽ. അപ്പോൾ CDEയിലേക്ക് ഡെവലപ്മെൻറ്റ് മാറി. സിമിലർലി CD dash ഇയിലേക്ക് DPA മാറി. അങ്ങനെ രണ്ടുപേരും ഒരേപോലെ. അപ്പോൾ SOCയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് DPAയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ DPAയിൽ അല്പം താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് SOC, ഇവിടെയാണ് ഇനീഷ്യലാണ്. അപ്പോൾ അത് പതിയൊന്ന് താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ബോത്ത് ആക്ടിവിറ്റീസ് ഗീവ് സെയിം ടോട്ടൽ ഇൻകം ഓർ നാഷണൽ ഇൻകം ടു ദ സൊസൈറ്റി. ഓക്കെ, then there are also certain essential activities along with this SOC and DPA. ഈ DPA ആൻഡ് SOC ആക്ടിവിറ്റിയോടൊപ്പം തന്നെ വേറെ ചില എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെ ഈ അൺബാലൻസ് ഗ്രോത്തിന് എസെൻഷ്യൽ ആണെന്ന് ഈ പിന്നെ ഹ്രിഷ്മാൻ പറയുന്നുണ്ട്. അത് ലിങ്കേജ് എഫക്റ്റ്.
ഇനീഷ്യൽ ആൻഡ് സബ്സിക്വൻറ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് ലിങ്കേജ്. അതായത് നമ്മളൊരു സ്റ്റാർട്ടിങ് നടത്തുമ്പോൾ, എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് നടത്തുമ്പോൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലിങ്കേജ്. ലിങ്കേജ് തന്നെ രണ്ട് തരമുണ്ട്, ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേഡ് ലിങ്കേജ്. ഫോർ എക്സാമ്പിൾ ഫോർവേഡ് ലിങ്കേജ് മീൻസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസാണ്. ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്കറിയാം മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ മാക്സിമം ഇൻകം ഉണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് സ്റ്റിമുലൻ്റായിട്ട് മുന്നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഇൻകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് ആ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയെ നമുക്ക് ഫോർവേഡ് ലിങ്കേജ് എന്ന് പറയും. നേരെ മറിച്ച് ബാക്ക്വേഡ് ലിങ്കേജ് ആണ് അഗ്രികൾച്ചർ ബാക്ക്വേഡ്, ദാറ്റ് മീൻസ് പ്രിമിറ്റീവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ ഉള്ളത്. പ്രിമിറ്റീവ് രണ്ട് കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്. പ്രിമിറ്റീവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഒപ്പം തന്നെ മേജർ പാർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് കൺസ്യൂംഡ് ബൈ ദ പീപ്പിൾ. അപ്പോൾ അത് മാർക്കറ്റൈസ് ചെയ്യുന്നില്ല. അഗ്രികൾച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ ഷെയറും ആ പ്രൊഡ്യൂസേഴ്സ് തന്നെ കഴിക്കുകയാണ്, മാർക്കറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ പഴയതുമാണ്. അതാണ് ബാക്ക്വേഡ്. അപ്പോൾ അഗ്രികൾച്ചർ ബാക്ക്വേഡ് ലിങ്കേജ് ആണ്, അതുപോലെ ഇൻഡസ്ട്രി ഫോർവേഡ് ലിങ്കേജ് ആണ്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ്, അതും ഒരു ചാൻസ് ആണ്. ലാസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് നമ്മളെന്ന് പറയുമ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് മോസ്റ്റ്ലി ഇമ്പോർട്ടഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്ന് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് ഇറക്കുമതി ചെയ്യുക. ആ സമയത്ത് A.O. ഹിർഷ്മാൻ പറയുന്നു, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ടു ബി ഇമ്പോർട്ടഡ് ആൻഡ് ഗിവൺ എ ഫൈനൽ ടച്ച് ടു ഹിം ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഫൈനൽ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് എ ലോ കോസ്റ്റ് ഓർ പ്രൈസ്. അപ്പോൾ നമ്മൾ ഈ ഫിനിഷ്ഡ് ഗുഡായിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിദേശത്തുനിന്ന് ഒരു കാര്യം ചെയ്തു പാർട്സുകളായിട്ടോ അതല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടോ ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നൊരു ഫൈനൽ ടച്ചിങ് ഒക്കെ നടത്തി മാർക്കറ്റൈസ് ചെയ്യുക, ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റുക. അതാണ് ലാസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് സർവീസസ് ആർ ഓൾസോ എസെൻഷ്യൽ. ബാങ്ക് ക്രെഡിറ്റും വേണം. പിന്നെ എക്സ്പോർട്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ്. എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം, ഇമ്പോർട്ടിനെ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ അൺബാലൻസ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഒരു പ്രീ ഡിസൈൻഡ് സ്ട്രാറ്റജിയിലൂടെ SOCയും DPയും കൂടെ ചേർന്നിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയും. അത് കൊണ്ടുവന്ന് A.O. ഹിർഷ്മാൻ ആണെങ്കിലും CP കിൻഡിൽബർജർ, പോൾ സ്ട്രീറ്റന്, ഹാൻ സിംഗർ ഇവരൊക്കെ ഇതിനെ സപ്പോർട്ടും ചെയ്തിട്ടുള്ള നല്ലൊരു തിയറിയാണ്. ബാലൻസ് ഗ്രോത്ത് തിയറി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള അൺബാലൻസ് ഗ്രോത്ത് ആണ്. അത് ഡിഗ്രിക്കുമുണ്ട്, PGക്കുമുണ്ട്. നന്നായിട്ട് പഠിക്കുക. സംശയങ്ങൾ വല്ലതും ഉണ്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഓക്കെ.